നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നമ്മുടെ സ്പീക്കറിൻ്റെ വോയിസ് എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്കതിനായിട്ട് നമ്മുടെ ഫോൺ പേയുടെ ബിസിനസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മുടെ ഫോണിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് താഴേക്ക് ഒന്ന് പോയി കഴിയുമ്പോഴേക്കും നമുക്കിവിടെ സ്മാർട്ട് സ്പീക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്ന കണ്ടൻസ് ഇത്രയൊക്കെയാണ്. നമ്മുടെ സ്പീക്കറിൻ്റെ ബാറ്ററി എന്തോരമുണ്ട്, അതിൻ്റെ റേഞ്ച് എന്തോരമുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് സ്മാർട്ട് സ്പീക്കർ ലാംഗ്വേജ് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സൂപ്പർ സ്റ്റാർ വോയിസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മമ്മൂട്ടിയുടെ മലയാളമുണ്ട്, അമിതാഭ് ബച്ചൻ്റെ ഹിന്ദിയുണ്ട്, ഇനി അമിതാഭ് ബച്ചൻ്റെ ഇംഗ്ലീഷുണ്ട്, മമ്മൂട്ടിയുടെ ഇംഗ്ലീഷുണ്ട്. ഇതൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവരുടെ വോയിസ് സെലക്ട് ചെയ്താൽ 19 രൂപ ഒരു മാസം അതിന് വേണ്ടി എക്സ്ട്രാ പോവും. സോ നിങ്ങളത് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പൈസ ഒന്നും ഇല്ലാത്തൊരു വോയിസ് നമുക്ക് താഴെയുണ്ട്. നമുക്ക് ആ താഴെ വോയിസിൽ പോവാം. എന്നിട്ടിപ്പോൾ നമുക്ക് നമ്മുടെ സ്പീക്കറിൻ്റെ ലാംഗ്വേജ് ഇപ്പോൾ എൻ്റെ മലയാളം കിടക്കുന്നത്, ഞാനത് ഇംഗ്ലീഷിലേക്കൊന്ന് മാറ്റാം. അപ്പം ഇവിടെ ഇംഗ്ലീഷ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെറ്റ് വോയിസ് എന്ന് പറഞ്ഞാൽ താഴെ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കൺഫേം കൊടുക്കാം. അപ്പോൾ അത് ആയി. ഇനിയൊരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്പീക്കറിൻ്റെ വോയിസ് മാക്സിമം പോയ ഒരു 15-20 മിനിറ്റുള്ള നമ്മുടെ സ്പീക്കറിൻ്റെ വോയിസ് ചേഞ്ച് ആവും. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സ്പീക്കറിന് റേഞ്ച് അത്യാവശ്യമെങ്കിലും റേഞ്ചുള്ള സ്ഥലത്ത് വയ്ക്കണം. പിന്നെ അതിന് ചാർജ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. 50% ചാർജ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും മാറി കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ.